ഹലോ ഗൈസ്, എന്തൊക്കെ ശേഷം സുഖമായിരിക്കും കേട്ടോ. പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ തമ്മിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പറയാൻ പോകുന്നത്. ചെറിയ ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളാണ്. അതും നമ്മുടെ ഋഷി സുനകിന്റെ സൈഡിൽ നിന്നാണ്. ഗ്രാജുവേറ്റ് റൂട്ട് വിസ, സ്റ്റുഡന്റ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ്. അപ്പോൾ 2024 സെപ്റ്റംബറിലേക്ക് അല്ലെങ്കിൽ 2024 യു കെയിലേക്ക് വരാൻ പോകുന്നവർ അല്ലെങ്കിൽ ഇനി തൊട്ട് യു കെയിലേക്ക് വരാൻ പോകുന്നവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ആദ്യമായിട്ടൊക്കെയാണ് ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എൻ്റർടൈനിങ് കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യുക. സുഹൃത്തുക്കളും കൂടിയിട്ട് അങ്ങോട്ട് വരാൻ നിൽക്കുന്നവർ പ്ലാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയിലേക്ക് ഒരുപാട് പേര് വരാൻ നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വീഡിയോസിലൂടെ നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഒരുപാട് പേരാണ് അഡ്മിഷന് വേണ്ടി നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ഇവിടുത്തെ കാര്യങ്ങളും എല്ലാം വളരെ എടുത്ത് പറഞ്ഞിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം ഈസി ആയിട്ട് വരാൻ പറ്റിയ രാജ്യം എന്നും അത് യു കെ തന്നെയാണ്. കാരണം ഇവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങൾ തന്നെ നമുക്ക് വിസ റിഫ്യൂസലോ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. യൂണിവേഴ്സിറ്റി സെലക്ഷൻ വളരെ ഈസിയാണ്. ഒരുപാട് യൂണിവേഴ്സിറ്റീസ് കിട്ടും. വളരെ ചവർ പോലുള്ള യൂണിവേഴ്സിറ്റീസും കിട്ടും, ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസും കിട്ടും. നിങ്ങൾക്ക് പഠിക്കാനുള്ളവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റീസും കിട്ടും, പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയ യൂണിവേഴ്സിറ്റീസും കിട്ടും. സോ അതിനൊക്കെ ഒരു മാറ്റം നിങ്ങൾ വരുത്തണം. അതായത് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വീഡിയോ വളരെ കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇനി അഡ്മിഷൻ 2024 വരാൻ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വരാൻ നിൽക്കുന്ന ഒരുപാട് പേർക്ക് വേണ്ടിയിട്ടാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്മിഷൻ്റെ കാര്യങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ഡ്രീംസിനെ കോൺടാക്ട് ചെയ്യാം. താഴത്ത് ഗൂഗിൾ ഡോക്ക് ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അത് മാത്രമല്ല വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അഡ്മിഷൻ പ്ലസ് നിങ്ങളുടെ നെയിം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അപ്ഡേറ്റുകൾ കാര്യത്തോടു കൂടി എടുക്കേണ്ട അപ്ഡേറ്റുകളാണ്. കാരണം ഋഷി സുനകിന്റെ സൈഡിൽ നിന്ന് വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റിനുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം നെറ്റ് മൈഗ്രേഷൻ അത് തന്നെയാണ് ഇപ്പോൾ ഋഷി സുനകിന്റെ പാർട്ടിയുടെ ഏറ്റവും വലിയ അജണ്ട. കാരണം ഇത്രയധികം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടും നിങ്ങളൊക്കെ വിചാരിക്കും ഇനിയും തീർന്നില്ലേ, ഇത്രയും നിയമങ്ങളും റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിട്ടും ഇതൊന്നും കഴിഞ്ഞില്ലേ, അവസാനിച്ചിട്ടില്ല എന്ന് തോന്നും. എന്നാൽ അതൊന്നും അവസാനിച്ചിട്ടില്ല. കാരണം നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ വന്നു, പക്ഷെ അത് പൂർണ്ണമായിട്ട് തന്നെ കുറഞ്ഞു തുടങ്ങിയിട്ടില്ല. എങ്ങനെ ഇനിയിപ്പോൾ ഡാറ്റകളൊക്കെ വരാൻ സമയമാവുന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇങ്ങനെ ധൃതി പിടിച്ച് എന്ത് ചെയ്യാൻ പറ്റൂലേ. പക്ഷെ വേറെ കാര്യമൊന്നുമില്ല. പാർട്ടിക്കകത്തുനിന്നും അത് മാത്രമല്ല എതിർ പാർട്ടിയിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ ഋഷി സുനകിന് പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ഋഷി സുനകൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഋഷി സുനക് വളരെ വ്യക്തമായിട്ട് തന്നെ എടുത്ത് പറയുന്നുണ്ട്. കാരണം പാർട്ടിക്കകത്ത് തന്നെ 2 ചേരിയാണ്, ലെഫ്റ്റും റൈറ്റും. റൈറ്റ് വിങ്ങും പ്രഷർ സുവല്ല പേവർമാൻ, റോബർട്ട് ജെൻഡ്രിക്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാരുടെ സൈഡിൽ നിന്നുള്ള നല്ല പ്രഷറാണ്. സ്റ്റുഡന്റ് വിസ നിർത്തലാക്കുക, ഇല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ ഇങ്ങോട്ട് വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണത്തിൽ ലിമിറ്റ് ഏർപ്പെടുത്തുക, ഗ്രാജുവേറ്റ് റൂട്ട് വിസ നിർത്തലാക്കുക എന്നുള്ളതാണ്. എന്നാൽ റീസെന്റ് വന്ന മൈഗ്രേഷൻ അഡ്വൈസറി കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഗ്രാജുവേറ്റ് റൂട്ട് വിസ അബ്യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസ തുടരാനുള്ള തീരുമാനവും ഇല്ലെങ്കിൽ തുടരും എന്നുള്ള ന്യൂസും വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിങ്ങളെ മുന്നോട്ട് നമ്മൾ അതാപടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിക്ക് അകത്തു നിന്നുള്ള പൊട്ടിത്തെറികളും അതുമാത്രമല്ല എതിർ പാർട്ടിയിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള പ്രഷറും കാരണം കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഉടനടി മാറ്റങ്ങൾ വരുത്തിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഋഷി സുനകി ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അതായത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാവും. ഗ്രാജുവേറ്റ് വിസ നിലനിർത്തുമെങ്കിലും ഗ്രാജുവേറ്റ് റൂട്ട് വിസ കൊടുക്കുന്ന കോഴ്സുകൾ ചിലപ്പോൾ ഇനി തൊട്ട് ഒരു നിർദ്ദേശം കൊണ്ടുവരും. കാരണം ഈ അടുത്ത ആഴ്ച ഇവിടുത്തെ ഓഫീസ് ഓഫ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും നെറ്റ് മൈഗ്രേഷന്റെ കണക്കുകളും കാര്യങ്ങളും പുറത്തു വരും. അതൊരു വലിയൊരു ചിലപ്പോൾ തിരിച്ചടിയായിരിക്കാം ഋഷി സുനകിന്. ചിലപ്പോൾ ഋഷി സുനകിന് ഫേവർ ചെയ്തിട്ടായിരിക്കാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇലക്ഷനും കാര്യങ്ങളെല്ലാം. സോ അതിന് മുമ്പോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പുതിയൊരു മാനദണ്ഡങ്ങളും കൂടി പുറത്തുപിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സ്റ്റുഡൻസിന്, ബെസ്റ്റ് ആൻഡ് ബ്രൈറ്റസ്റ്റ് സ്റ്റുഡൻസിന് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പദ്ധതികളായിരിക്കും ഇനി യു കെ ഗവൺമെന്റ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അതായത് കോഴ്സുകൾ, എല്ലാ കോഴ്സ് എടുത്തിട്ട് വരുന്നത്, അതായത് കോഴ്സുകളിൽ കുറച്ച് കാര്യങ്ങൾ അവർ പറയും. അതായത് കോഴ്സിൻ്റെ ക്വാളിറ്റി, അത് കുറച്ച് കോഴ്സുകൾ അവർ പറയും. ആ ഒരു കോഴ്സ് ഏതൊക്കെയാണെന്ന് ഇപ്പം നമുക്കറിയില്ല. പക്ഷേ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ വരുന്ന ആഴ്ചകളിൽ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും എന്നാണ് ന്യൂസുകളിൽ പറയുന്നത്. ഏതൊക്കെ കോഴ്സുകളായിരിക്കും എന്നുള്ളത്. അതായത് ബ്രൈറ്റ് സ്റ്റുഡൻസിനെ യു കെയിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. ചെറിയ മാറ്റങ്ങൾ കോഴ്സുകൾക്ക് മാത്രമായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എടുത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഏജൻസിനെ, അബ്രോഡ് എഡ്യൂക്കേഷൻ ഏജൻസിനെ ഒരു കൂച്ചുവിലങ്ങിടും, ഇല്ലെങ്കിൽ അവരൊക്കെ ഒരു ലോക്ക് റെഡി ആയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഋഷി സുനകിന്റെ പാർട്ടിക്ക് ഇപ്പോൾ തൽക്കാലത്ത് ഗ്രാജുവേറ്റ് റൂട്ട് വിസയിൽ കൈവയ്ക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിനെ മാർക്കറ്റ് ചെയ്യുന്ന ഏജൻസ് ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും ആ ഏജൻസിന് തീർച്ചയായിട്ടും ഇതൊരു പാരയാവാം. ഏജൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാജുവേറ്റ് റൂട്ട് വിസ ഉണ്ടെന്ന് പറഞ്ഞ് പല രീതിയിലുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും, ക്വാളിറ്റി കുറവുള്ള യൂണിവേഴ്സിറ്റികളിലേക്കും ക്വാളിറ്റി ഇല്ലാത്ത കോഴ്സുകളും എടുത്തുകൊണ്ട് യു കെയിലേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സോ ഈ ഒരു സാഹചര്യത്തിന് നിർത്തലാക്കാനും ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ അവിടെ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്റ്റുഡൻസിന് ഇനി വരുമ്പോൾ ചിലപ്പോൾ ചില
ചില യൂണിവേഴ്സിറ്റികളുടെ സൈഡിൽ നിന്നുള്ള ടെസ്റ്റുകളോ ഇല്ലെങ്കിൽ ചില കാര്യങ്ങളോ മാനദണ്ഡങ്ങൾ നിലവിൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. കാരണം അവർക്ക് ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ് വേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ അതിനകത്ത് ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിക്ക് ഒരു പണിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഏജൻസികളെ നിലക്കി നിർത്തുക, ഏജൻസികൾ സെലക്ട് ചെയ്യുക. അതായത് യൂണിവേഴ്സിറ്റികളാണല്ലോ ഏജൻസികളെ സെലക്ട് ചെയ്തിരിക്കുന്നത്, ഏജൻസികൾ വെച്ചിരിക്കുന്നത് മെയിൻ ഏജന്റ് ആയിട്ട്. സോ അവർക്കൊരു മാനദണ്ഡം ഉണ്ടായിരിക്കും, അവർ അഡ്വർടൈസ് ചെയ്യുന്നതിൽ ഒരു മാനദണ്ഡം ഉണ്ടാവും. ആ മാനദണ്ഡം ബ്രീച്ച് ചെയ്യുന്നവർക്ക് ഫൈനും, പിന്നെ അത് മാത്രമല്ല അവർക്ക് എന്തൊക്കെയോ വിലക്കും കാര്യങ്ങളൊക്കെയാണ് അവർ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയോ ഒരു മുട്ടം പണിയായിട്ടാണ് അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. അടുത്ത ആഴ്ചകളിൽ അതിനെക്കുറിച്ച്, അതായത് ഈ പറഞ്ഞ അപ്ഡേറ്റുകളിൽ മുന്നേ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്നുള്ളതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണി ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ ഏജൻസിനും അതുമാത്രമല്ല സ്റ്റുഡൻസിൻ്റെ കാര്യത്തിൽ ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾ മാക്സിമം നല്ല കോഴ്സ് എടുക്കുക. അതായത് നിങ്ങൾ എടുക്കുന്ന ഏത് കോഴ്സും ആവട്ടെ യൂണിവേഴ്സിറ്റിയിൽ ആ കോഴ്സിൻ്റെ റാങ്കിങ് നോക്കുക. അതുമാത്രമല്ല ആ ഒരു കോഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അല്ലാതെ ഏജൻസി ഏതെങ്കിലും തലയിൽ കയറ്റി പിടിപ്പിച്ച് തന്നു കഴിഞ്ഞാൽ അതെടുത്തിട്ടല്ല വരേണ്ടത്. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഇല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കുറേ പരസ്യങ്ങൾ കാണാം. ഏജൻസികൾ ആൾക്കാരെ വെച്ച് പരസ്യം ചെയ്യിപ്പിക്കുന്നത് കാണാം. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏജൻസിയുള്ള ചില ആൾക്കാരുണ്ട്, അവന്മാരും വന്നിട്ട് പരസ്യങ്ങൾ ചെയ്യുന്നത് കാണാം. പല രീതിയിലുള്ള പരസ്യങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ കേട്ടാലും നിങ്ങൾ അവരെത്ര പോവുകയാണെങ്കിലും നിങ്ങൾ റിസർച്ച് ചെയ്യുക. ഇപ്പോൾ ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ റിസർച്ച് ചെയ്യുക. അതുമാത്രമല്ല ഏജൻസിയുടെ മാനദണ്ഡം ഇല്ലെങ്കിൽ ഇനി ഏതായിരിക്കും ഏജൻസികൾ എങ്ങനെയായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്, ഗവൺമെൻറ് ഒരു ചിലപ്പോൾ ഒരു മാനദണ്ഡം പുറത്തടക്കാം. അതിനനുസരിച്ചിട്ട് വേണം ഇനി ഏജൻസികളെ സെലക്ട് ചെയ്യാനായിട്ട്. എന്തായാലും ഇതുവരെയ്ക്കും അങ്ങനെ ഒരു ആ ഒരു മാനദണ്ഡം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഏജൻസികളെ സെലക്ട് ചെയ്യുക. അതുമാത്രമല്ല എന്തെങ്കിലും കാണിച്ചിട്ട് 18, 20, 25 ലക്ഷം രൂപയുടെ കോഴ്സ് എടുത്ത് തലയിൽ വെച്ചിരുന്ന ഏജൻസിയെ നിങ്ങൾ എടുത്ത് തലയിൽ വെക്കാതിരിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീസ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അത്രയ്ക്കും പൈസക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എന്തോ ചെയ്യുക. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു വീഡിയോസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് നമ്മളെ കോൺടാക്ട് ചെയ്തു. അവർക്ക് 17, 18, 20 ലക്ഷം രൂപ ഉള്ള ഏജൻസികൾ കാട്ടുമൊക്കിലും മലമൂട്ടിലും കൊണ്ടുവച്ചിട്ട് കൊടുത്തിരിക്കുന്നു. ആ കൊടുത്തിരിക്കുന്ന ഏജൻസികൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ അജണ്ടയേ ഉള്ളൂ, മണി. ഓക്കെ, ആ മണി അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്ന ഏജൻസികളെ മാക്സിമം ഒഴിവാക്കുക. അതായത് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ബഡ്ജറ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അതാണ് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സസിൻ്റെ കേസിൽ ഇതൊരു തീരുമാനമായിട്ടില്ല. അതുമാത്രമല്ല യൂണിവേഴ്സിറ്റികളുടെ കേസിലും തീരുമാനമായിട്ടില്ല. തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി, കോഴ്സ്, ഏജൻസി ഈ ഒരു 3 കാര്യത്തിൽ അധികം വൈകാതെ തന്നെ തീരുമാനമാവും. ഗ്രാജുവേറ്റ് റൂട്ടേഴ്സിക്ക് ഒരു മാറ്റമില്ല, പക്ഷേ ചില റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. എന്തിനാണെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റിന് ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ എനേബിൾ ഇട്ടേക്ക് ഞാൻ കറക്റ്റ് സമയത്തിന് മുന്നോട്ട് കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കാണാം.